പ്രിയമുള്ള പ്ലസ് വൺ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങളെ ഞാൻ അടുത്തൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോമെട്രിക് ഡയഗ്രാം എന്നുള്ള ഭാഗത്തിൽ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, അതിൽ ബാർ ഡയഗ്രത്തിൽ തന്നെ സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം, അത് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ഏതാണ്? യെസ്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വൺ വേരിയബിൾ, ഒരു വേരിയബിൾ, അത് ഇൻകം എന്നുള്ള വേരിയബിൾ, അല്ലെങ്കിൽ ഹൈറ്റ് എന്നുള്ള വേരിയബിൾ, അല്ലെങ്കിൽ വെയിറ്റ് എന്നുള്ള വേരിയബിൾ, ഇങ്ങനെ ഓരോ വേരിയബിളിനെ സൂചിപ്പിക്കുന്നതിന് ആണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിലൂടെ നമ്മൾ വരച്ചിരുന്നത്, അല്ലെ? എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ, ഇപ്പൊ നമ്മൾ ബർത്ത് റേറ്റ് എന്നുള്ള ഒരു ഇത് നമ്മൾ കഴിഞ്ഞ ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ചിരുന്നു. എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് എന്ന് പറയുന്നത് എന്തോ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? the multiple bar diagrams used to comparing two or more variables. നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു ഓർ മോർ വേരിയബിൾ, രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസിനെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രാഫിനെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. അതായത് മൾട്ടിപ്പിൾ ആണ്, ഒന്നല്ല, കുറെ ബാറുകൾ ഒരുമിച്ച് വരുന്നു, മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നു. നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇൻകവും എക്സ്പെൻഡിച്ചർ ഒരുമിച്ച് കാണിക്കണം. ഇൻകം മാത്രമാണെങ്കിൽ സിമ്പിൾ ബാർ ഡയഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മാത്രമാണെങ്കിൽ അതൊരു സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അപ്പൊ രണ്ട് വേരിയബിൾ ഉണ്ട്. ഓർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്, അല്ലെ? ഓർ മാർക്സ് ഒബ്റ്റെയിൻ ഇൻ ഡിഫറെന്റ് സബ്ജക്ട്, വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ലഭിച്ച മാർക്കുകൾ, ഇപ്പൊ 3-4 സബ്ജക്റ്റുകളിൽ, 2 സബ്ജക്റ്റുകളിൽ, അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകളിൽ, 4 സബ്ജക്റ്റുകളിൽ, അല്ലെ? അപ്പൊ കുറെ മൾട്ടിപ്പിൾ ബാറുകൾ വരും. ഓർ മോർ ദാൻ വൺ വേരിയബിൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പോ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ഡിഫറെന്റ് സബ്ജക്ട്സ്, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ, മോർ ദാൻ വൺ വേരിയബിൾ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോയിങ് ദ മോർ ദാൻ വൺ വേരിയബിൾ. സോ the different bars are multiple, അല്ലെ? മൾട്ടിപ്പിൾ ആയിട്ട് കൂടിച്ചേർന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കൂടിച്ചേർന്ന് വരുമ്പോൾ ഓരോന്നിനെ കാണിക്കാൻ, ഇപ്പൊ ഇൻകം, എക്സ്പെൻഡിച്ചർ, അപ്പൊ ഇൻകത്തെ കാണിക്കാൻ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ കളർ ചെയ്യാം. സോ വി ആർ യൂസിങ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓർ കളേഴ്സ്, ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ടു റെപ്രസെന്റ് ദ മോർ ദാൻ വൺ വേരിയബിൾ. ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അത് വരയ്ക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളും കളറുകളും ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തെ അത് ഭംഗിയാക്കാനും കഴിയും. അപ്പൊ നമ്മളൊരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പൊ നിങ്ങള് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ചോദ്യം ഇവിടെ നമുക്ക് ഇവിടെ എഴുതി അതിന്റെ അതേ രീതിയിൽ ബാർ കൊണ്ട് വരയ്ക്കാനുള്ള സ്ഥലം നമുക്ക് സൗകര്യക്കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റ നോക്കൂ. യെസ്, ഇയർ ഉണ്ടല്ലേ, 2007, 2008, 2009, 2010. സെയിൽസ് കാണിച്ചിരിക്കുന്നത് ഒന്ന്, അല്ലെ? ഒരു കോളത്തിൽ 100, 120, 130, 150. ഗ്രോസ് പ്രോഫിറ്റ് അത് പെർ തൗസൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. സെയിൽസും പെർ തൗസൻഡ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് അവിടെ ബ്രാക്കറ്റിൽ പെർ 1000 rupees എന്ന് കൊടുത്തിട്ടുണ്ട്, പെർ 1000 rupees. അപ്പൊ അതായത് 30 എന്ന് പറഞ്ഞാൽ 30,000 എന്നാണ് അതിന്റെ അർത്ഥം. 40, 30, 40, 45, 50. നെറ്റ് പ്രോഫിറ്റ് അത് നോക്കൂ, പെർ 1000 rupees ആണ് കൊടുത്തത്. 10, 15, 25, 25. അപ്പൊ ഇതൊരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിലേക്ക് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. അപ്പൊ അപ്പൊ നമുക്ക് ബാർ ഡയഗ്രങ്ങൾ വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ബേസ് ലൈൻ OX ആക്സിസ് വരയ്ക്കുന്നു. OX ആക്സിസ്, ഓക്കെ, സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ OX ആക്സിസ് വരയ്ക്കുന്നു. ദെൻ OY ആക്സിസ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ OY ആക്സിസ് വരയ്ക്കുന്നു. OY ആക്സിസ്, OX and OY ആക്സിസ്. ഇവിടെ നമുക്ക് ഡയഗ്രത്തിന് ഹെഡിങ് കൊടുക്കണം. സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. ഹെഡിങ് കൊടുക്കുക. ഡയഗ്രത്തിന്റെ ഹെഡിങ് നിങ്ങൾ നേരെ കൊടുക്കുക. ഡയഗ്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് കാണിച്ചത്? സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്.
and net profit. Net profit from 2007 to 2008 for the years. years bracket കൊടുക്കാം. years 2007 ഏതൊക്കെയാണ് 2010 വരെയുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് അറിയാം ഏറ്റവും കൂടുതലായിട്ടുള്ളത് സെയിൽസിലാണ്. സെയിൽസിൽ 150. അപ്പൊ 150 വരെ വരക്കണം. അപ്പൊ നമുക്ക് ഈ ഡയഗ്രത്തിനെ എങ്ങനെ എടുക്കാം? 20, 40, 60, 80, 100, 120, 140, 160. അപ്പോ 20ന്റെ അല്ലെങ്കിൽ 25, 50 അങ്ങനെ 25 വെച്ചെടുക്കാം. നമുക്ക് അത് നമ്മുടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഉചിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കുക. ഓക്കെ, 20, 40, 60, 80 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 25, 50, 75 അങ്ങനെ എടുക്കാം. ഓക്കെ, എന്തായാലും ഓവർ ആക്സിസിൽ നമ്മൾ എടുക്കുന്ന എപ്പോഴും എന്തായിരിക്കും? അതിന്റെ ഫ്രീക്വൻസീസ്, അതായത് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കാണിക്കുന്ന അതിന്റെ ഫ്രീക്വൻസിയാണ് നമുക്കറിയാം. ഒ ആക്സിസിൽ എപ്പോഴും ഫ്രീക്വൻസിയാണ്. ഒ എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കേണ്ട ഇഎസ് ആണ്. ഞാൻ പറഞ്ഞിട്ട് ഇഎസ് എന്തായാലും ഒ ആക്സിസിൽ എന്താണ് കാണിച്ചത് കുറച്ച് താഴെ എഴുതണം. കാരണം ഇവിടെ നമുക്ക് വേറെ എഴുതാനുണ്ടായിരിക്കും, അതുകൊണ്ട് ചേർത്ത് എഴുതരുത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇഎസ് ഏതൊക്കെ ഇഎസ് ആണെന്ന് എഴുതാനാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇഎസ് ആണ് ഒ എക്സ് ആക്സിസിൽ എന്ന് സൂചിപ്പിക്കുക. ഇനി നമ്മൾ ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ സെയിൽസ്. ആദ്യത്തെ സെയിൽസ് 2007 സെയിൽസ് എടുക്കുക. 2007 സെയിൽസ് എത്രയാണ്? 100. അപ്പൊ 100 എന്നുള്ള ഹൈറ്റിൽ ഒരു ബാർ വരും. വളരെ സിമ്പിൾ ആണ്. 100 എന്നുള്ള ഹൈറ്റിൽ ഒരു ബാർ നമ്മൾ വരയ്ക്കുക. ഓക്കെ, 100. ദെൻ ഇനി അതേ ഇയറിൽ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് വരക്കണം. ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതേ ഇയറിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 30. അപ്പൊ 30 എന്നുള്ള ഹൈറ്റിൽ 20യുടെയും 40യുടെയും സെന്റർ ആണ് 30. അപ്പൊ ആ 30 എന്നുള്ള ഹൈറ്റിൽ നമ്മൾ ഒരു വേറൊരു ബാർ വരയ്ക്കുക, ചേർത്ത് വരയ്ക്കുക. എന്താ ചേർത്ത് വരയ്ക്കുക. അപ്പൊ ഈ ബാറിന്റെ വിടുത്ത് ശരിയായിരിക്കണം. അത് നിങ്ങൾക്ക് കറക്റ്റ് 1 സെന്റിമീറ്റർ ഇങ്ങനെ ഈ ഒ എക്സ് ആക്സിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കറക്റ്റ് വിടുത്ത് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് വിടുത്ത് വരയ്ക്കുക. ബാറിന്റെ വിടുത്ത് ശരിയായിരിക്കണം. ഇനി അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് 10 ആണ്. 10 എന്ന 20 ആണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ 20യുടെയും 0യുടെയും സെന്റർ ആയിട്ട് 10. ഓക്കെ, അപ്പൊ കണ്ടല്ലോ. ഇനി നമ്മള് ഏറ്റവും വലുത് നമ്മള് വൈറ്റ് ഷെയ്ഡ് ചെയ്യാറുണ്ട്. അവിടെ നിന്നോട്ടെ ഏറ്റവും കൂടുതലുണ്ട്. നമുക്ക് കുറെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. എന്നിട്ട് അതിന്റെ ഏറ്റവും രണ്ടാമത്തെ നമ്മള് അതായത് നമ്മൾ സെയിൽസ് എന്നുള്ളത് ഷെയ്ഡ് ചെയ്യുന്നില്ല. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ ഒരു രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു നോക്കുക. ഗ്രോസ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് അത് നമ്മള് ഇങ്ങനെ വേറെ രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഒന്ന് അങ്ങനെ ചെയ്യുമ്പോൾ, ഒന്ന് വരങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ചെയ്യാം എളുപ്പത്തിൽ. ഓക്കെ, അങ്ങനെ ചെയ്യും. അപ്പോ ഇത് ഒരു ഇയറിന് കഴിഞ്ഞു. അപ്പൊ നമ്മൾ താഴെ ഇയർ ചെയ്ത് 2007. ഇനി നമ്മൾ അടുത്ത 2008 എടുക്കുക. ആദ്യം 120. അപ്പൊ 120 എന്നുള്ള ഈ ഹൈറ്റിൽ നമ്മൾ ഒരു ബാർ വരക്കണം. 120 അത് സ്കെയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ ഇതിന്റെ മോഡൽ ഒന്ന് കാണിച്ചതാണ്. 120. അപ്പൊ ഇതിന്റെയൊക്കെ മേലെ ഇതിന്റെ ഹൈറ്റ് നിങ്ങൾ എഴുതുകയും കൂടി ചെയ്യുക. നേരത്തെ നമ്മൾ വരച്ചിട്ടായിരുന്നു ഇവിടെ 100, ഇവിടെ 30, ഇവിടെ 10, ഇവിടെ 120. ഇനി അടുത്തത് ആ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുക 40. അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് 40 എന്നുള്ള ഹൈറ്റിൽ അടുത്ത ഒരു ബാർ വരയ്ക്കുക. അതിന് നമ്മൾ നേരത്തെ നമ്മൾ ഷെയ്ഡ് ചെയ്ത ആ ഷെയ്ഡിന് കൊടുക്കുക. ഓക്കെ, അതിങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നെറ്റ്
നെറ്റ് പ്രോഫിറ്റ്, അതിന്റെ നെറ്റ് പ്രോഫിറ്റ് 15 ആണ്. അതായത് 10നേക്കാൾ കുറച്ചുകൂടി ഉയരം കൂടണം, 20ന്റെ അങ്ങോട്ട് എത്താൻ പാടില്ല. അപ്പൊ അത് 15 എന്നുള്ള ഒരു ഹൈറ്റില് നിങ്ങൾ അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുത്തനെയാണ് അതിന് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ആ ഷെയ്ഡ് ഞാൻ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മള് അപ്പോ ആ ഇയർ കഴിഞ്ഞു. അപ്പൊ 2008 സെയിൽസ് 120 ആണ്, അതേ രീതിയിൽ ഗ്രോസ് പ്രോഫിറ്റ് 40 ആണ്, 15 ആണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവണം. ഇനി അതേ രീതിയിൽ 2009 130 ഉണ്ടോ? ഈ ഓരോ ഇയർ കഴിയുമ്പോൾ ഒരു സ്പേസ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഓരോ ഇയർ കഴിയുമ്പോൾ ആ സ്പേസ് ശരിയായിരിക്കണം. 130. അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് 40നേക്കാളും അല്പം കൂടുതലായിട്ട് നമ്മൾ 45 നമ്മൾ ഏകദേശം കണക്കാക്കുക 45, എന്നിട്ട് നമ്മൾ 45, എന്നിട്ട് നമ്മൾ അതിനും ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ ഒരേ രീതിയിൽ ഷെയ്ഡ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് 2007 എങ്ങനെയാണോ ഷെയ്ഡ് ചെയ്ത് അതിനായിരിക്കും 2008 അതേ ഷെയ്ഡിംഗ് ആണ്, 2009 അതേ ഷെയ്ഡാണ് 2010. അതേ രീതിയിൽ നെറ്റ് പ്രോഫിറ്റും അതേ രീതിയിലാണ്. നെറ്റ് പ്രോഫിറ്റ് ഓരോ ഇയറിലും ഷെയ്ഡ് ചെയ്തത് 2007, 8, 9, 10 ഓരോ ഇയറിലും ഒരേ ഷെയ്ഡ് ചെയ്യാവൂ. ഗ്രോസ് പ്രോഫിറ്റിന് ഒരു ഷെയ്ഡ്, നെറ്റ് പ്രോഫിറ്റിന് അതേ ഷെയ്ഡ് അല്ലെങ്കിൽ അതേ കളർ, ഷെയ്ഡോ കളറോ ചെയ്യും. കളർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പരീക്ഷ പേപ്പർ വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പെൻസിൽ കൊണ്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, 45 ചെയ്തല്ലോ. ഇനി അടുത്തതിന്റെ 25 ആണ്. 25 അപ്പൊ 20യേക്കാൾ കുറച്ചുകൂടി കൂടും. 25 അല്ലോ നമ്മൾ സുമാറിട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിന് കുത്തനെയായിരുന്നു ഷെയ്ഡ് ചെയ്യുന്നത്, അതിന് ഷെയ്ഡ് ചെയ്തു 25. ഇനി നമ്മൾ അടുത്ത ഇയർ എടുക്കുക 2010 150. ഓക്കെ, 150 മേലെ കൊടുത്തു. ഇനി അതിന്റെ 50 എന്നുള്ള ഹൈറ്റില് നമ്മൾ അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് 50, അതിന്റെ നെറ്റ് പ്രോഫിറ്റ് 25, ഇതേ അളവ് തന്നെ 25. അപ്പൊ നമ്മൾ ഇവിടെ 2008 2009 എഴുതിയിട്ടില്ല, 2009 എഴുതണം. ലാസ്റ്റ് 2010 എന്ന് എഴുതി. പിന്നെ ഇവിടെ ഷെയ്ഡ് ചെയ്യണം, ഷെയ്ഡ് ചെയ്യാൻ മറക്കരുത്. എല്ലാം ഒരേ രീതിയിൽ ഷെയ്ഡ്, ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങനെ, നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെയും ഷെയ്ഡ് ചെയ്യാം. അപ്പൊ കണ്ട നിങ്ങള്, അപ്പൊ ഓരോ ഇങ്ങനെ ചേർന്ന് വരുന്ന, അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടായതുകൊണ്ട് അവ ചേർത്തി വരയ്ക്കുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. ദീസ് ആർ യൂസ്ഡ് ഫോർ കമ്പയറിംഗ്. ഇത് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് 2007 100,000 അല്ലെ, 100,000 ആണ് സെയിൽസ് എന്നുള്ളത്. അപ്പോ അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് 30 ആണ്, നെറ്റ് പ്രോഫിറ്റ് 10 ആണ്. പക്ഷെ ഈ ഡയഗ്രത്തിൽ ഇത് ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ് ഇതൊന്നും ഏതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് ഈ ഡയഗ്രത്തിന്റെ ഈ സൈഡിൽ നമ്മൾ ഇത് മൂന്നും സൂചിപ്പിക്കണം. അപ്പൊ ഇവിടെ ചെറുതായിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് 3 ആക്കി മാറ്റുക. 3 വേരിയബിൾസ് ആണ്, അപ്പൊ 3 ആക്കുക. 4 വേരിയബിൾസ് ആണ്, 4 ബോക്സസ് വരയ്ക്കുക. ഇവിടെ 3 ബോക്സസ്. ഒന്നാമത്തെ ബോക്സ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഷെയ്ഡ് ചെയ്യാത്ത ബോക്സ് സെയിൽസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഷെയ്ഡ് ചെയ്യാത്തതൊക്കെ സെയിൽസ് ആണ്. ഓരോ ഇയറിലുള്ള സെയിൽസ് 100, 120, 130, 150 ആണ്. ഇനി രണ്ടാമത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, എന്താണ്? അത് നമ്മൾ അരമാർക്ക് കൊടുക്കുക. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 2007 30, 2008 40, 2009 45, 2010 50. ഇനി അടുത്ത് നമ്മൾ ഇങ്ങനെയാണ്, കുത്തനെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഈ ഡയഗ്രാം നമുക്ക് വളരെ വ്യക്തമായി ഇപ്പൊ ഓരോന്നും സെയിൽസ് നമ്മൾ വൈറ്റ് ഷെയ്ഡ് ചെയ്യാതിരിക്കും, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അത് ഗ്രോസ് പ്രോഫിറ്റ് വില എങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു, ക്രോസ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് വളരെ ലംബമായിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഡയഗ്രമാണ്. ഇത് നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച്, സ്കെയിൽ ഉപയോഗിച്ച് വൃത്തിയായി വരച്ചാൽ വളരെ ഭംഗിയായിരിക്കും. ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു ഐ ആൻഡ് മൈൻഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെയധികം മനസ്സിനും കണ്ണിനും ഒരു സുഖം, നല്ലൊരു കുളിർമ നൽകുന്നതാണ്
അല്ലെങ്കിൽ കാണാൻ വളരെ ഭംഗിയുള്ളതാണ് ഡയഗ്രാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ വരയ്ക്കുക. ഇനി ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. താഴെ ചോദ്യം നോക്കൂ. ഡ്രോ എ ബാർ ഡയഗ്രാം റെപ്രസെന്റിങ് the data given below. ഇയർലി എക്സ്പോർട്ട് ക്രോറിലും ഇമ്പോർട്ട് ക്രോറിലും കൊടുത്തിട്ടുണ്ട്. 2008, 2009, 2010, 2011, 2012, 2013 ഇയർ കൂടുതലുണ്ടെങ്കിലും ഇവിടെ 2 വേരിയബിൾ ഉള്ളൂ. നമ്മൾ ഇവിടെ വരച്ചതിൽ 3 വേരിയബിൾ ഉണ്ട്. സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ 2 വേരിയബിൾ ഉള്ളൂ, ഇമ്പോർട്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടും. അപ്പൊ എക്സ്പോർട്ട് 80, 84, 86, 78, 89, 90 കൊടുത്തിരിക്കുന്നു. ഇമ്പോർട്ട് 70, 74, 67, 78, 76, 80 കൊടുത്തിരിക്കുന്നു. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ബാർ ഡയഗ്രാം, അതായത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കും. ഡ്രോ എ ബാർ ഡയഗ്രാം യൂസിംഗ് ദീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 വേരിയബിളിന്റെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. എന്നാൽ എക്സ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം ആണ്. അപ്പൊ സിമ്പിൾ ബാർ ഡയഗ്രാം എന്നാൽ എന്താണെന്നും മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്നാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. പരീക്ഷ ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രോ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം തന്നെ വരയ്ക്കാം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. 2 വേരിയബിൾ അല്ലെങ്കിൽ 2ൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആണ്. ഒരു വേരിയബിൾ മാത്രമാണെങ്കിൽ അതൊരു സിമ്പിൾ ബാർ ഡയഗ്രാം ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതിന് കൂടെ തന്നിരിക്കുന്ന അസൈൻമെന്റ് വേറെയുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്ത് തരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേ രീതിയിൽ നിങ്ങൾ അസൈൻമെന്റ് വർക്കും കൂടി ഉണ്ട്. ആ അസൈൻമെന്റ് വർക്കിൽ വേറെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക, വരച്ചു നോക്കുക. അങ്ങനെ ഈ ഡയഗ്രാമുകൾ നിങ്ങൾ ഓരോന്നും നിങ്ങൾ വരച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു ബാർ ഡയഗ്രത്തിൽ ഒന്നും കൂടി ഉണ്ടല്ലോ. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണന്റ് ബാർ ഡയഗ്രാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക്സ്.